മലയാളം വായിക്കാറില്ല. ഇല്ല പോക്കറ്റുണ്ടോ ഇല്ല. ഹലോ ഫ്രണ്ട്സ്, ലൈഫ് വിത്ത് പാണ്ടൻസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കൊച്ചാപ്പുമായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് വഴി കൂടെ. കണ്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ കൊച്ചാപ്പുവിന് കീട് കാണണം എന്ന് പറഞ്ഞിട്ട് കീട് കാണിക്കാൻ കൊണ്ടുവരികയാണ്. ഇത് അപ്പടി മൂടലാണ്, കാണുന്നുണ്ടോ നിങ്ങൾ? മൂടൽ മഞ്ഞാണ്, മഴയൊക്കെ തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. ചപ്പ് മിഠായി എന്നും പറഞ്ഞ് കയറിയിട്ടുണ്ട്. മേടിച്ചു കൊടുക്കടാ, സാരമില്ല, പിന്നെ കൊണ്ട് കൊടുക്കാമല്ലോ. ഒരെണ്ണം ഞങ്ങളവിടെ പറ്റി പറഞ്ഞ് 2 മിഠായി വാങ്ങി ഇങ്ങ് പോകുന്നു. മഴ തൂളാൻ തുടങ്ങി. മര്യാദക്ക് ഉണ്ണി അപ്പോഴേ പറഞ്ഞതാണ് വണ്ടി എടുക്കാന്ന്. കൊടയെങ്കിലും എടുക്കായിരുന്നു. കൊട എടുത്തില്ല, വണ്ടി എടുത്തില്ല, മഴയും നനഞ്ഞ്. അയ്യോ പെരുമഴ. കേറി പോണ്, മഴ വന്നായിരുന്നു. ഞങ്ങ ഇവിടെ കേറി. എവിടെ കേറി? സിബിച്ചേട്ടന്റെ വീട്ടിലേത് വലിയ ആള് കളിച്ചകത്തേക്ക് പോയിട്ടുണ്ട്. ജയാന്റി കൊണ്ടുവരുമല്ലോ ആ പരിചയം വെച്ചിട്ട്. കൊച്ചാപ്പേ ബാ, ഇനി അടുത്ത വീട്ടിൽ കേറാ. പോയേക്കാ. എവിടാ? പൂവാ. മഴതൂളലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഇപ്പോൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്ളോഗാ. നടപ്പ് കണ്ടാൽ എന്ത് പാവം. വണ്ടി വരുന്നുണ്ട്, ബൈക്ക് വരുന്നുണ്ട്. ഓടുകയാണ്. പരം സന്തോഷം കൊച്ചാപ്പൂന് വേറെ ഒന്നുമില്ല. ജയമ്മയും മീനാച്ചാച്ചയും കൂടെ കൊച്ചാപ്പൂവിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇതിലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. കൊച്ചാപ്പൂ ഇങ്ങനെ നടക്കും. ദേ നമ്മളെ തലേന്നൊക്കെ കൊച്ചു. ഓ ചിങ് വിളിക്ക്. അപ്പറ രമണി മമ്മീനെ അറിയാം. അവിടെ എത്തുമ്പോ മമ്മീന്ന് വിളിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും വീട് ഇവിടെ അടുത്തടുത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. എല്ലാവരുടെയും വീട് 1 കിലോമീറ്ററിനുള്ളിലാണ്. ഇവിടെ ഞങ്ങൾ 5 പേര്, 6 പേര്, 7 പേര്, സോറി 7 പേരുണ്ട് അടുത്തടുത്ത്. അപ്പോൾ എല്ലാവരുടെയും വീട് ഇങ്ങനെ 1 കിലോമീറ്ററിനുള്ളിലാണ് എല്ലാവരുടെയും വീട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നൊക്കെ പോവാൻ, ഇങ്ങനെ മഴയൊക്കെ കുറഞ്ഞിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊക്കെ നടന്നൊക്കെ പോയി. പിന്നെ
അവിടെ പോവാ, ചായ കുടിക്കുക. രമണി മമ്മി പൂവ് മനാനിനെ എടുത്തു വന്നോ? മമ്മി ഇല്ലിക്കമ്മല മൊത്തം മൂടിക്കെടുക്കണ കണ്ടോ? അവിടുന്ന് വെള്ളം വീഴുന്ന വെള്ളച്ചാട്ടം. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഞാൻ എടുക്കൂല, നിങ്ങൾക്ക് ആർക്കാണെന്നാ ചേറ്റെടുക്കാന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. ഇപ്പൊ ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ പോയി കഴിക്കാം, അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം അല്ലേ? എപ്പോഴെപ്പോഴും പോയാൽ തിന്നാൻ കിട്ടും, തിന്നാം. അതെ, അങ്ങോട്ട് പോവാം. എന്നാൽ നമുക്കിന്ന് ജയമ്മയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാലോ, അല്ലെങ്കിൽ വിജയമ്മയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാലോ. ഫ്രൂട്ട്സ് തിന്നണമെങ്കിൽ ജീവാൻ്റെ വീട്ടിൽ പോയാൽ മതിയെന്ന്. ഫ്രൂട്ട്സ് കഴിക്കാൻ തിന്നണമെങ്കിൽ നമുക്ക് ജീവാൻ്റെ ഓപ്ഷൻ എ ജീവാൻ്റെ. അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ കൊച്ചാപ്പ് കുറച്ച് ദിവസം ഇങ്ങനെ ഇതിലേ പോകുമ്പോൾ തറവാട് കീട് എന്ന് പറയുന്നേ. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്ന് കൊച്ചാപ്പൂനെ തറവാടൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാന്ന്. അവൻ നാനിയുടെ ആണോ കൊച്ചപ്പി തറവാട്? കാണിക്കാന്ന് വിചാരിച്ചു. അവിടെ ആരും ഇല്ല ഇപ്പോൾ, അവിടെ അടച്ചിട്ടേക്കുക. അപ്പോൾ കൊച്ചാപ്പൂനെ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങളുടെ നാട്ടിൽ മൊത്തം റബ്ബറാണ്, റബ്ബർ കല്ലനാട്. ഹലോ ഗൈസ് പറഞ്ഞ കൊച്ചപ്പി കാണിക്കേ കാണിക്കേ. അമ്മേ കണ്ടോ? കായല അമ്മ കണ്ടോ? അയ്യോ ഉണ്ണി പോകല്ലേ. കൊച്ചാപ്പൂ ഫസ്റ്റ്, കൊച്ചപ്പോടെ ഫസ്റ്റ്, കൊച്ചാപ്പൂ ഫസ്റ്റ്, കൊച്ചാപ്പൂ ഫസ്റ്റ്. അമ്മ കൈ വിട്ടു നോക്കി, അമ്മ എങ്ങോട്ട് ഓടി പോകും നോക്കാം. എങ്ങോട്ടാ? ജയമ്മ ഹൗസ്. എങ്ങോട്ടാ? ആ സൈഡിൽ കൂടെ പോയത് അങ്ങനെ ഇപ്പോ. പൊട്ടിച്ചു കൊടുക്കാനാണ്. അങ്ങനെ ഞങ്ങള് ജയമ്മയുടെ വീട്ടിലെത്തി ചായ കുടിക്കാനായിട്ട്. ചായക്ക് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ അവൻ രമണി മമ്മീനെ കണ്ടപ്പോഴേ മമ്മീന്ന് വിളിച്ച അവന് മനസ്സിലായി. അയ്യോ പിന്നെ അമ്മയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇല്ല അമ്മൂന്റെ. പണ്ട് ഞങ്ങളുടെ അമ്മ റോസാപ്പൂ പോലെയാണ് ഇരുന്നിരുന്നത്, ഇപ്പൊ എന്തുപോലെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ സുന്ദരൻ കൊച്ചച്ഛൻ
ഞങ്ങളുടെ ഈ കൊച്ചനെ പണ്ടത്തെ കൊച്ചനെ കാണിച്ചു തരാന്ന്. അവനെങ്ങ കൊണ്ടുപോരെ. അപ്പൊ കൊച്ചപ്പന് തറവാട് കാണണമെന്ന് കുറച്ച് ദിവസമായി പറയുന്ന കീടുന്ന അപ്പൊ ഞങ്ങൾ തറവാട് കാണിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇങ്ങോട്ട്. ഇതേ ജയന്റെ അവിടെ നിന്ന് ഇച്ചിരിയേ ഉള്ളൂ ഇങ്ങോട്ട്. നമ്മളെ എത്തി. ഇതാണ് നമ്മുടെ തറവാട്. ഇവിടുത്തെ കുറച്ച് കാഴ്ചയൊക്കെ നമുക്ക് കാണാം. കൊച്ചപ്പനെയും കാണിക്കാം. ഓക്കെ അല്ലേ? കീട് ഇവിടം വരെ ഇത്ര കഷ്ടപ്പെട്ട് കയറി വന്ന് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. റംബൂട്ടാൻ. അപ്പൊ കാണിക്ക്. ഇതാണ് അപ്പൊ നമ്മുടെ തറവാട്. കൊച്ചെന്തി. അപ്പൊ ഇവിടെ മൊത്തം മരവും ഒക്കെ ആയിട്ടൊരു പോസിറ്റീവ് വൈബാണ്. മൊത്തം മരമാണ്. അതിന് ചുറ്റും മൊത്തം മരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ വന്ന് കയറിയ 2 പെണ്ണുങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇവിടെ നിന്ന് മാറിയായിരുന്നു. വേറെ ഞങ്ങൾ പുതിയ വീടൊക്കെ വെച്ച് മാറിയായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇവിടെയാണ് കൂടുന്നത്. ഓണം, വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടെ കൂടുമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഞങ്ങളെല്ലാവരും കൂടെ കൂടുന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ. അപ്പോൾ മുളനാഴിക്കൂട്ടിലെ കിളിയെവിടെ, മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പെവിടെ, കരിഞ്ഞണ്ടിനുണ്ടായ പാലെവിടെ, വരണുണ്ട് നല്ല കാലം. പമ്പാട്ട് ഹുടുകി പമ്പാട്ട് ഹുടുകി പമ്പാട്ട് ഹുടുകി പമ്പാട്ട് ഹുടുകി. തൈ ഒരു തന വയൽ വിളഞ്ഞിട്ട് കൈ തൊട്ടുകാതിർ മഴ പോ. അതൊക്കെ ഉണ്ടല്ലോ. അതങ്ങനെ നിന്നിട്ടില്ല. നമ്മുടെ ഇവിടുന്ന് മൊത്തം ഗ്രാമ്പുവാ. 1, 2, 3, 4, 5, 6, 7, 8 കുറേ ഗ്രാമ്പുണ്ട്. ഇതാണ് ഗ്രാമ്പിന്റെ മരം. ഇത് ഇവിടെ തലനാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഒട്ടുമിക്ക വീടുകളിലും നമുക്ക് ഗ്രാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ വ്ലോഗ് കണ്ട് എൻ്റെ നാട്ടിലുള്ളവരൊന്നും നാട്ടിലുള്ളവരൊന്നും അങ്ങനെ ഗ്രാമ്പൂന്റെ ചെടിയൊന്നും അധികം കണ്ടിട്ടുണ്ടാകത്തില്ല. പിന്നെ ഇതാണ് വാനില. കാണിച്ചില്ലായിരുന്നു. വാനിലയുണ്ട്. കണ്ട വാനില. ഇത് ആരും നോക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ശരിക്ക് മറ്റേ നമ്മൾ തന്നെ പരാഗണം ചെയ്യേണ്ടതുകൊണ്ട് ആരും നോക്കാത്തത്. കണ്ടോ അങ്ങോട്ട് പടർന്ന് കയറി അങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഈ അതെ ഇത് മാവാണോടി. മാവേൽ ഇങ്ങനെ പടർന്ന് കയറി ഇങ്ങനെ കിടക്കും. ഇതെല്ലാം ഇല്ല. ഇത് ഈ ഇല ഉള്ളതാണ് വാനില. ഇത് വേറെ സാധനം. പിന്നെ ഇവിടെ കുറെ സാമ്പാർ ചീര ഉണ്ട്. അപ്പൊ ഇത് സാമ്പാറിലിടുന്ന ചീര ഉണ്ടാണോടി? ചോദിക്കണം. ഇട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ സാമ്പാർ ചീര എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ചെറിയുണ്ട്. ചെറിയ മരം. ഇത് കാപ്പി. അതെ ഇതാ കാപ്പി. കണ്ട കാപ്പിക്കുരു. പിന്നെ അതാണ് ചെറി കാണിക്കണ. ഇതാണ് ചെറി. ഇപ്പൊ ഗ്രാമ്പൊന്നും ഇല്ല. ഗ്രാമ്പുമില്ല, ചെറിയില്ല, ഒന്നുമില്ല. എന്നാന്ന് വെച്ചാൽ കാപ്പിക്കുരു ഇല്ല. സീസൺ ആവുന്നേ ഉള്ളൂ. ഗ്രാമ്പൂന്റെ സീസൺ ഡിസംബറിലാന്ന് എനിക്കറിയാം. അപ്പൊ കാപ്പിക്കുരുവിന്റെ സീസണോ ചോദിക്കണം. അത് കുഞ്ഞമ്മനോടും പപ്പനോടും ചോദിച്ചാൽ. ഇതാണ് ഞങ്ങളുടെ തൊഴുത്ത്. പണ്ട് കുഞ്ഞമ്മയുടെ തൊഴുത്ത്. നിങ്ങളുണ്ടായപ്പോ പശു ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതാണ് തൊഴുത്ത്. മിഷൻപരിയൊക്കെ ഇത് റംബൂട്ടാനാ. കണ്ട വീടിന്റെ പുറകിൽ ഇങ്ങനെ
ഇവിടെ പോയി മൊത്തം. ജയയുടെ വീട്ടിൽ അങ്ങോട്ട് പോണം നമുക്ക്. ഉണ്ടോ മൊത്തം പോയി ഇങ്ങനെ വീണ്. മേലുണ്ട് ഒരു റംബുട്ടാൻ. നമ്മളകത്തേക്ക് കയറുന്നില്ല, കറണ്ട് ഇല്ല, പിന്നെ മൊത്തം മൂടലാണ്. അതുകൊണ്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ലൈറ്റും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്യാം എൻ്റെ അകത്ത് കയറി ഉണ്ണിയും ഇതിനൊക്കെ വളർന്ന വീടല്ലേ. അപ്പം എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീല്. ഇടതേ ജയമ്മയുടെ വീട്ടിൽ പോകാൻ ഇവിടെ നിന്നുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഇതിലങ്ങ് കയറി അപ്പുറത്തേക്ക് ചേരാം. അതെ, അമ്മു വീണ സ്ഥലം. അവിടെ ഈ ഇത് കാപ്പിയുടെ അവിടെ അതിലേ പോയപ്പോ തിണ്ടം തന്നിപ്പോയി. അവിടെ തൂങ്ങിക്കിടുന്നു. സ്പൈഡർമാൻറ്റിയായി. മുല്ല, എന്ത് മുല്ലയാണത്? കുറ്റിമുല്ല, വള്ളിമുല്ല. കുറ്റിമുല്ല, വള്ളിമുല്ല, മുല്ലപ്പൂ. എന്തോയി കുരുമുളക്. വേണ്ട, ഈ വീടിന് ചുറ്റില്ലാത്തതൊന്നുമില്ല. അയ്യോ എന്നെ പിടിച്ചോ. ഇവിടെ നേരത്തെ ഭയങ്കര ക്ലീൻ ആയിരുന്നു. എടി ഇവിടെ തോട്ടപ്പുഴ ഉണ്ടോ പൊടി? മുട്ട വന്നതിന്നെ മുട്ട ചായ കുടിയൊക്കെ പകുതിയായി ഞങ്ങളുടെ. കൊച്ചാപ്പി ചായ ഊതി ഊതി കുടിച്ചേ. കുടിക്കേ, ചായ കുടിക്കേ. ഓ ഊതി ഊതി കുടിക്കുവാണേ. ചൂടും എരു. അയ്യോ. അപ്പൊ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മ ഇവിടെ കുറച്ച് നേരം സൊറ പറഞ്ഞൊക്കെ ഇരുന്ന് ഇനിയിപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇങ്ങോട്ട് നടന്നു വന്ന് അങ്ങോട്ട് കാറിന് പോകണം. അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. വണ്ടി കയറി. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ടാറ്റാ. എല്ലാവരും ടാറ്റ പറ. ബൈ ബൈ. ബൈ ബൈ.